അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെജ് സ്റ്റൈൻ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ക്യാരറ്റ്, ബീൻസ്, കിഴങ്ങ് എല്ലാം നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ കുറച്ച് ബക്രോളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് അതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാലല്ല ചേർക്കുന്നത്, പശുവിൻ്റെ പാലാണ്. അപ്പോൾ മിൽമ പാലാണ് നമ്മൾ എടുത്തേക്കണത്. ഇതിപ്പോൾ ഒരു പാക്കറ്റ് പാൽ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം പച്ചക്കറികളുള്ള കാരണമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചുണ്ടാക്കണമെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ ചേർത്താൽ മതി. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്കൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ വെജ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെജ് സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക.